നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തം തന്നെയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പലപ്പോഴും പലർക്കും മുൻകൂട്ടി അറിയുവാൻ സാധിക്കണം എന്നില്ല. പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ വന്നു ചേരുകയും തന്മൂലം ചില നേട്ടങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. എവരും ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ശ്രീകൃഷ്ണ ഭഗവാനെയോ അല്ലെങ്കിൽ ഇഷ്ടദേവതയെയോ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിന് ശേഷം സ്മരിച്ചതിന് ശേഷം ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ജീവിതത്തിലെ ദുരിതങ്ങൾ അവസാനിക്കണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ കൂടി അനുഗ്രഹത്താൽ കൂടി ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. പലവിധ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നീണ്ടു പോവുകയോ ചെയ്യുന്നു എന്നതാണ് വാസ്തവം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിൽ ആഗ്രഹിക്കുകയും ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കുക. അതിനായി ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക. അത് വിജയത്തിലെത്തും. കുടുംബത്തിൽ അഭിവൃദ്ധി വന്നു ചേരാതിരുന്നു എന്നത്, അതായത് കുടുംബത്തിൽ വന്നു ചേരേണ്ട അഭിവൃദ്ധി നീണ്ടു പോകുന്നു എന്നതാണ് പലപ്പോഴും നിങ്ങൾ നേരിടുന്നതായ പ്രശ്നം. ശരിയായ രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയും അഭിവൃദ്ധി ദൃശ്യമാകാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പരാമർശിക്കാം. സൽസന്താനങ്ങളുമായി ബന്ധപ്പെട്ടും, അതായത് സൽസന്താന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തന്മൂലം മനസ്സിൽ വളരെയധികം സന്തോഷം, കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പലപ്പോഴും ജീവിതത്തിൽ പലവിധ യാത്രകൾ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിൽ ചില യാത്രകൾക്കുള്ള സാധ്യതകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് കുടുംബത്തിലെ ഒരു അംഗവുമായി ബന്ധപ്പെട്ട യാത്രയാകാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു അംഗം ചെയ്യുന്ന യാത്രയാകാം. അത്തരത്തിൽ ഒരു യാത്രയ്ക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അത് വിദേശ യാത്രയോ ദൂരദേശത്തേക്കുള്ള യാത്രയോ ആകാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് തൊഴിൽപരമോ ബിസിനസ് പരമോ ആകാം, അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ട ഉയർച്ചയാകാം. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ഇപ്പോൾ നിങ്ങൾ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കണം എന്നില്ല. ഭഗവാന്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. ശരിയായ രീതിയിലുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് ഈ സമയം ആവശ്യമായിട്ടുള്ളത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുവാൻ പാടൂ എന്ന കാര്യം ഓർക്കുക. പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് അഥവാ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില പ്രകടമായ മാറ്റങ്ങളാകാം. അത്തരത്തിൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ അത്തരത്തിലുള്ള നഷ്ടങ്ങൾ
ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രധാനമായും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ മനസ്സ് വിഷമിപ്പിച്ചതായ വ്യക്തികൾക്ക് അവരുമായി ബന്ധപ്പെട്ട് തീർപ്പ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ ചില വ്യക്തികളിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങൾക്ക് വളരെ ഉചിതമായി തീരും. അനുകൂലമായി തീരുവാൻ സഹായകരമായ ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങളും സ്വന്തമായി വിശകലനം ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ വിഷമതകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ സംസാരം നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. പ്രതീക്ഷിക്കാതെ തന്നെ പല മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭാവിയെക്കുറിച്ചുള്ള പല ആശങ്കകൾക്കും പരിഹാരം അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് പരിഹാരമെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അത് പല കാര്യങ്ങളിലും നിങ്ങളുടെ കർമ്മങ്ങളിൽ അത് വിളങ്ങുക തന്നെ ചെയ്യും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. തടസ്സങ്ങളെ തരണം ചെയ്യുവാനും പല കാര്യങ്ങളിൽ അർഹമായ വിജയങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രമായ കർണനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഏത് കാര്യത്തിന് ഇറങ്ങുകയാണ് എങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചടികൾ, ചതി എന്നിവ ലഭിക്കുകയോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചടികൾ ലഭിക്കുന്നതായ ഒരു സമയം എന്ന് തന്നെ പരാമർശിക്കാം. അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അവരിൽ നിന്നും ചതി അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് എതിരാവുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രതീക്ഷിക്കുന്നത് പോലെ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നില്ല. കൈകളിലുള്ള ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലവായി പോകുന്നു. പണം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥയും നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുള്ള സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഏത് കാര്യവും എടുത്തുചാടി ചെയ്യാതെ അല്പം സമയം നൽകുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏത് കാര്യത്തിലും ശ്രദ്ധ നിങ്ങൾ പുലർത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി മാറും. നഷ്ടങ്ങൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളിൽ നിങ്ങൾ വിജയിക്കുന്നതാകുന്നു. വിചാരിച്ചതായ കാര്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. വിചാരിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എത്ര ശ്രമിച്ചാലും കുടുംബത്തിലെ സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കാം. സമ്പത്തും സമാധാനവും വീടുകളിൽ നിറയുന്നതായ ഒരു സമയം തന്നെയാണ് ഇത്. നഷ്ടപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചതിന്റെ ഫലങ്ങൾ ശരിയായ രീതിയിൽ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതിലൂടെ ധനപരവും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. മനസ്സിലുള്ള പല പ്രശ്നങ്ങൾക്കും ഉടനെ തന്നെ പരിഹാരം കണ്ടെത്തുവാനോ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും അനുകൂലമാക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. വലിയ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറി പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തന്നെ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പ്രധാനമായും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം.
നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ശരിയായ സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഏത് കാര്യവും ആലോചിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പ്രശംസ നേടിയെടുക്കുവാൻ സാധ്യത അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. കഷ്ടപ്പെട്ടതിന്റെ ഫലം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിൽ നിങ്ങൾക്ക് ആധിപത്യം പുലർത്തുകയോ അല്ലെങ്കിൽ ജോലിയിൽ ആധിപത്യം പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾ ഇഷ്ടദേവതയെ തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും.